إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. സൂറത്തു മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞതായി കാണാം. ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാനി ഖറു സുജ്ജദൻ വബുകിയ. അവരുടെ മേൽ അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ കരഞ്ഞുകൊണ്ടവർ സുജൂദിൽ വീഴുന്നതാണ്. മറ്റൊരിടത്ത് അല്ലാഹു മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂഅ. അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ച് അവനോടുള്ള ഭയം കാരണം കരഞ്ഞുകൊണ്ട് മുഖം നിലത്ത് തട്ടിച്ച് സുജൂദിൽ വീഴുന്നവരാണവർ. വയസീദുഹും ഖുശൂഅ. കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീണതുകൊണ്ട് തന്നെ അത് അവരുടെ ഭയഭക്തി, അവരുടെ ഖുശൂഇനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. സഹോദരങ്ങൾ, ഇത് വിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളുടെ സവിശേഷതയായി അല്ലാഹു ഒരുപാട് പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞു, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അഅ്യുനഹും തഫീദു മിനദ്ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്. അവർ മുഅ്മിനീങ്ങൾ അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട അവന്റെ ആയത്തുകൾ കേട്ടുകഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അല്ലാഹുവിന്റെ റസൂലെ താങ്കൾക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് അല്ലാഹു അവന്റെ തണൽ നൽകി അനുഗ്രഹിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞത്, വറജുലൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹ്. ഒരു വ്യക്തി അവൻ ഒറ്റയ്ക്കിരുന്ന് അല്ലാഹുവിനെ ആലോചിച്ചു. അവനും റബ്ബും മാത്രം അറിയുന്ന രൂപത്തിൽ അവൻ റബ്ബുമായി ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലാഹുവിനെ ആലോചിച്ചപ്പോൾ അല്ലാഹുവിനോടുള്ള ഭയം കാരണം അവന്റെ കണ്ണുകൾ നിറഞ്ഞുപോയിരിക്കുന്നു. അങ്ങനെയുള്ളവനെ അല്ലാഹു പരലോകത്ത് അവന്റെ തണൽ നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ്. മുൻഗാമികളായ സലഫുസ് സാലിഹീങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇത് കാണുവാൻ സാധിക്കും. വർഷങ്ങളോളം തന്റെ സ്വന്തം ഭാര്യ പോലും അറിയാതെ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കരഞ്ഞുകൊണ്ട് രാത്രി തള്ളി നീക്കിയ സലഫുകളുടെ ചരിത്രം നമുക്ക് വായിക്കുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചര്യയിൽപ്പെട്ടതായിരുന്നു ഇത്. നിസ്കാരത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖബറിനരികിലെത്തിക്കഴിഞ്ഞാൽ ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട്, ഉമ്മത്തിനോടുള്ള സ്നേഹം കാരണം, ഉമ്മത്തിനോടുള്ള കാരുണ്യം കാരണമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാറുണ്ടായിരുന്നു എന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ, എനിക്ക് ഖുർആൻ ഓതി തരണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്റ അലൈക്കൽ ഖുർആൻ വഅലൈക ഉൻസിൽ, അല്ലാഹുവിന്റെ റസൂലേ, ഖുർആൻ അങ്ങയുടെ മേലാണ് അവതരിപ്പിക്കപ്പെട്ടത്, ഞാൻ അങ്ങേക്ക് ഓതിത്തരികയോ? അവിടുന്ന് പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റുള്ള ആളുകളിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സൂറത്തുൻ നിസാ പാരായണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സൂറത്തുൻ നിസായിൽ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദ, അല്ലാഹുവിന്റെ റസൂലേ, ഓരോ ഉമ്മത്തിലെയും സാക്ഷികളായി, ആ ഉമ്മത്തിനെതിരായ സാക്ഷികളായി, ആ ഉമ്മത്തിനെതിരായി അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരെ കൊണ്ടുവരുമ്പോൾ, ഈ ഉമ്മത്തിനെതിരായ സാക്ഷിയായി താങ്കളെ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന ആയത്തെത്തിയപ്പോൾ നദർതു ഇലൈഹി വഅയ്നാഹു തദ്റുഫാൻ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിലേക്ക് നോക്കിയപ്പോൾ അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ശിഖീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ എപ്രകാരമാണ് കരഞ്ഞിരുന്നത് എന്ന് പറയുന്നു. റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ സദ്രിഹി അസീസുൻ കഅസീസിൽ മിർജലി മിനൽ ബുകാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കരയുമ്പോൾ തിളച്ചുമറിയുന്ന ഒരു പാത്രത്തിൽ നിന്ന് ശബ്ദം വരുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചകത്ത് നിന്ന് ശബ്ദം വരുന്നത്, കരഞ്ഞുകൊണ്ട് തേങ്ങുന്നതിന്റെ ശബ്ദം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിസ്കാരത്തിൽ അബൂദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നിസ്കാരത്തിൽ, രാത്രി നിസ്കാരത്തിൽ ഒരൊറ്റ ആയത്ത് മാത്രം പാരായണം ചെയ്തുകൊണ്ട്, കരഞ്ഞുകൊണ്ട് ഒരൊറ്റ ആയത്ത് മാത്രം ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ഏതാണ് ആയത്ത്? ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, അല്ലാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണ് എങ്കിൽ അവരെ ശിക്ഷിക്കുവാനുള്ള അവകാശം നിനക്കുണ്ട്, നിന്റെ അടിമകളാണ് അവർ. എന്നാൽ അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണ് എങ്കിൽ നീ അങ്ങേയറ്റത്തെ ഇസ്സത്തുള്ളവനും അങ്ങേയറ്റം യുക്തിയുള്ളവനുമാണ് എന്ന ആയത്തോതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ വരെ അത് മാത്രം ആവർത്തിച്ചോതുകയും അവിടുന്ന് കരയുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അവിടുന്ന് കരയുമ്പോൾ യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, എന്റെ റബ്ബേ, എന്റെ ഉമ്മത്ത് എന്ന വിളിയായിരുന്നു. ഉമ്മത്തിനോടുള്ള സ്നേഹം കാരണം, അവരോടുള്ള അനുകമ്പ കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്ത് ഫജ്ർ വരെ കരഞ്ഞു എന്നാണ്. മഹാനായ ബറാ ഇബ്നുൽ ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു ജനാസയിലായിരുന്നു. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഒരു വ്യക്തിയെ ഞങ്ങൾ ഖബറടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫജലസ അലാ ശഫീരിൽ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ വക്കിലിരിക്കുന്നു. എന്നിട്ട് ഫബകാ ഹത്താ ബല്ല الثറ, ആ ഖബറിന്റെ വക്കിൽ തലകുനിച്ച് ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയും ആ ഖബറിന് ചുറ്റുമുള്ള മണ്ണ് നനയുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയും ചെയ്തു എന്ന്.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഅഇദ്ദൂ, ഇതുപോലുള്ള ഒരു ദിവസത്തിന് വേണ്ടി, ഇതുപോലുള്ള ഒരു രംഗത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങി തയ്യാറാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും അഫ്ദലായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതായി കാണാം, വകാന അബൂബക്കർ റജുലുൻ ബക്കാ ലാ യംലികു ദംഅഹു ഹീന യഖറഉൽ ഖുർആൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധാരാളമായി കരയുന്ന ഒരാളാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിച്ചാൽ അദ്ദേഹത്തിന്റെ കരച്ചിൽ അദ്ദേഹത്തിന് നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. ലോലഹൃദയനാണ് അദ്ദേഹം. അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്താൽ അദ്ദേഹത്തിന് കരച്ചിൽ അടക്കുവാൻ സാധിക്കുകയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആരാണ് ഉമർ? ഈ ഉമ്മത്തിൽ ഏറ്റവും ഗാംഭീര്യമുള്ള ഉമർ ഇബ്നുൽ ഖത്താബ്, ആ ഉമറിനേക്കാൾ ഗാംഭീര്യമുള്ള, ആ ഉമറിനേക്കാൾ ശൗര്യമുള്ള ഏത് സ്വഹാബിയെയാണ് നമുക്കറിയുക? ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ റബ്ബിന്റെ മുന്നിൽ കരയാറുണ്ടായിരുന്നു എന്നാണ്. സഹാബികൾ എല്ലാവരുടെയും അവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു. അവരുടെ ഹൃദയത്തിൽ കളങ്കമില്ല. അള്ളാഹുവിന്റെ ആയാത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉജ്ജ്വലമായ വഅദുകൾ അവരുടെ ഹൃദയത്തിന് പൊടുന്നനെ സ്വാധീനമുണ്ടാക്കും. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖുത്ബ പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു ലളഹിക്തും ഖലീലൻ വലബകൈതും കസീറ. ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ ഖബറിന്റെ ഭീകരതകളെ കുറിച്ച്, പരലോകത്തെ ഭയാനകതകളെ കുറിച്ച്, നരകത്തിന്റെ കഠിനമായ ശിക്ഷകളെ കുറിച്ച് ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതും നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും ഒരുപാട് കരയുകയും ചെയ്തേനെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഫഗത്ത അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലഹും ഹനീൻ. തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് സ്വഹാബികൾ അവരുടെ മുഖം പൊത്തി എന്നുള്ളത്. സ്വഹാബികളുടെ ചരിത്രത്തിൽ ഒരുപാട് ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം സൂറത്തുൽ ഹദീദിൽ അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് എന്ന ആയത്ത് പാരായണം ചെയ്താൽ ബകാ ഹത്താ യബുല്ല ലിഹ്യതഹു, താടി രോമങ്ങൾ നനഞ്ഞു കുതിരുമാർ അദ്ദേഹം കരയാറുണ്ടായിരുന്നു. എന്താണ് ആയത്ത്? മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ റബ്ബിലേക്ക് മടങ്ങാൻ, തങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ച് റബ്ബിലേക്ക് പേടിച്ചുകൊണ്ട് മടങ്ങാൻ മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമയമായില്ലേ എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് സമയമായിരിക്കുന്നു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയാറുണ്ടായിരുന്നു എന്നാണ്. സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം താബിഈയാണ്. അദ്ദേഹത്തിന്റെ മരണസന്ദർഭത്തിൽ കരയുകയാണ്. സുഫ്യാൻ ഇബ്നു ഉയൈന ഒരിക്കൽ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് പോയി. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹിമഹുല്ലാഹ് അദ്ദേഹം മരണസന്ദർഭത്തിലാണുള്ളത്. അദ്ദേഹം മരണത്തിന്റെ സന്ദർഭത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് ചോദിച്ചു, എന്തിനാണ് താങ്കൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആലോചിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു ആയത്താണ്. ആ ആയത്ത് ആലോചിച്ചത് കൊണ്ടാണ് ഞാൻ കരയുന്നത്. അദ്ദേഹം പറഞ്ഞു, വബദാ ലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ എന്ന ആയത്ത് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത്. എന്താണ് സഹോദരങ്ങളെ ആ ആയത്ത്? വബദാ ലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ. നാളെ പരലോകത്തെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ വിചാരിക്കാത്ത, അവർ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും അവരുടെ അമലുകളിൽ നിന്ന് അവർക്ക് വെളിവാക്കി കൊടുക്കും. എന്നിട്ട് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ അദ്ദേഹം പറയുകയാണ്, അഖ്ശാ അൻ യബ്ദു ലി മിനല്ലാഹി മാ ലം അകുൻ അഹ്തസിബ്.
ഞാൻ പ്രതീക്ഷിക്കാത്ത, ഞാൻ ചെയ്ത് പിന്നീട് തൗബ ചെയ്ത് മടങ്ങാത്ത, ഞാൻ മറന്നുപോയ ഏതെങ്കിലും ഒരു തിന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്റെ മേൽ ഒളിവാക്കപ്പെടുമോ എന്ന ഭയം കാരണം ഈ ആയത്ത് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണ സന്ദർഭത്തിൽ ഇതുപോലെ കരയാണ്. ആരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? മഹാനായ സഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ പഠിക്കാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു, വിശപ്പും പട്ടിണിയും അനുഭവിച്ച് മദീനത്തെ പള്ളിയിൽ പലപ്പോഴും ബോധരഹിതനായി വീണിട്ടുണ്ട് അബൂ ഹുറൈറ. അദ്ദേഹത്തിന്റെ മരണ സന്ദർഭത്തിൽ അദ്ദേഹം കരയുകയാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു, അബൂ ഹുറൈറ മാ യുബ്കീക്, എന്താണ് താങ്കളെ കരയിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞ വാക്ക് അമാ ഇന്നി ലാ അബ്കി അലാ ദുനിയാകും ഹാദി, നിങ്ങളുടെ ഈ ദുനിയാവ് അതിന്റെ കാര്യത്തിലല്ല ഞാൻ കരയുന്നത്, വലാകിന്നി അബ്കി ലിബുഅദി സഫരി വഖില്ലതി സാദി, എനിക്കൊരു സുദീർഘമായ യാത്ര പോകുവാനുണ്ട്. ആ സുദീർഘമായ യാത്ര പോകുന്നതിനാവശ്യമായ പാഥേയം, വിഭവങ്ങൾ എന്റെ കയ്യിലില്ല. അസ്ബഹ്തു ഫീ സുഊദിൻ മുഹ്ബിതത്തുൻ അലാ ജന്നത്തിൻ വനാർ, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എത്തിപ്പെടുന്ന ഒരു കയറ്റത്തിലോ ഒരു ഇറക്കത്തിലോ ആണ് ഞാൻ ഉള്ളത്. ഫലാ അദ്രി ഇലാ അയ്യിഹിമാ യുസ്ലകു ബി, നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്നെ നയിക്കപ്പെടുക എന്നുള്ളത് എനിക്കറിയില്ല. ആ പേടി കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണ സന്ദർഭത്തിൽ കരയുകയാണ്. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖാഫില വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്, മരണവപ്രാളം യാഥാർത്ഥ്യവുമായി നിന്റെ അരികിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ നീ വളരെ വിദൂരമാണ് എന്ന് കണ്ട, വിദൂരമാണ് എന്ന് നീ ധരിച്ചു വെച്ച ആ മരണവപ്രാളം നിന്റെ അരികിലേക്ക് സത്യവുമായി കടന്നു വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന ആയത്തോതി അദ്ദേഹം കരഞ്ഞു എന്നാണ്. കരഞ്ഞ് അടുത്തുള്ള ആളുകൾ അദ്ദേഹം ബോധരഹിതനായി നിലത്തു വീഴുമോ എന്ന് ഭയപ്പെടുമാറ് അദ്ദേഹം കരഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മടിയിൽ കിടക്കുകയാണ്. ഭാര്യയുടെ മടിയിൽ കിടക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞു. ഭാര്യ ചോദിച്ചു, എന്തിനാണ് താങ്കൾ കരഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കരഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് ആലോചിച്ചിട്ടാണ്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا, നരകത്തിന്റെ വക്കിലേക്ക് കൊണ്ടുവരപ്പെടാത്തവരായി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുമില്ല. അവിടെ നിന്നാണ് പിന്നെ മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്ക് രക്ഷിക്കുകയും വാലിമീങ്ങളായ അക്രമകാരികളായ ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുക അവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ്. എല്ലാ ആളുകളും നരകത്തിന്റെ അരികിലേക്ക് കൊണ്ടുവരപ്പെടും. നരകത്തിന്റെ അരികിലേക്ക് കൊണ്ടുവരപ്പെടുകയും അവിടെ നിൽക്കേണ്ടി വരികയും ചെയ്യും എന്ന ഭയം കാരണം അള്ളാഹുവിന്റെ ആയത്ത് ആലോചിച്ച് ഭാര്യയുടെ മടിയിൽ കിടക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം കരയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇപ്രകാരമായിരുന്നു നമ്മുടെ മുൻഗാമികൾ ഖുർആനുമായി ബന്ധം സ്ഥാപിച്ചത്. ഈ രൂപത്തിലായിരുന്നു. അവരെ കരയിപ്പിച്ച, അവരുടെ മനസ്സിനെ സ്വാധീനിച്ച അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉണ്ടായിരുന്നു അവർക്ക്. എന്നാൽ നമ്മളുടെ അവസ്ഥ എന്താണ്? ഇതുപോലെ നമ്മളെ കരയിപ്പിച്ച ഏതെങ്കിലും ആയത്തുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ ആയത്തുകൾ ആലോചിച്ച് റബ്ബിനെ കുറിച്ച് ഭയന്ന്, നരകത്തിനെ കുറിച്ച് ഭയന്ന്, സ്വർഗത്തിനെ കുറിച്ച് ആഗ്രഹിച്ച്, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുൻപിലെ നൃത്തത്തിനെ കുറിച്ച് ആലോചിച്ച്, നമ്മളുടെ തിന്മകളെ കുറിച്ച് ആലോചിച്ച്, റബ്ബിന്റെ കാര്യത്തിൽ നാം വരുത്തിയ വീഴ്ചയെ കുറിച്ച് ആലോചിച്ച്, ആ റബ്ബ് നൽകിയ കണക്കില്ലാത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ച്, സഹോദരങ്ങളെ, അവസാനമായി നാം എപ്പോഴാണ് കരഞ്ഞത്? നമ്മുടെ മുൻഗാമികൾ നിരന്തരമായി കരയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ചിരിക്കുന്നതിനു വേണ്ടി സന്ദർഭങ്ങൾ കണ്ടെത്താറുണ്ട്.
കാരണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? ഇതിനു വേണ്ടി പലപ്പോഴും നമ്മൾ കരയാറുണ്ട്. പ്രയാസങ്ങൾ കടുക്കുമ്പോൾ, വേദനകൾ വരുമ്പോൾ, അടുത്തയാളുകൾ മരണപ്പെടുമ്പോൾ, നമ്മുടെ ഒപ്പത്തിനൊപ്പം നിന്ന് കൂടെയുണ്ടായിരുന്ന ആളുകൾ വിട്ടുപരിഞ്ഞു പോകുമ്പോൾ നമ്മൾ അറിയാതെ കരയാറുണ്ട്. ശരിയാണ്. പക്ഷേ റബ്ബിനെ കുറിച്ച് ആലോചിച്ച് അവന്റെ വാക്കുകൾ ഹൃദയത്തിലേക്കെടുത്ത് അത് ഹൃദയത്തിനെ സ്വാധീനിച്ചുകൊണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇല്ല എങ്കിൽ സഹോദരങ്ങൾ, ഇത് മഹനീയമായ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകേണ്ട വിശേഷണമാണ്. നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വയുസ്തഹബ്ബു അൽബുകാഉ ഇൻദ ഖിറാഅത്തിൽ ഖുർആൻ. ഖുർആൻ ഓതുമ്പോൾ കരയുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. വതരീഖത്തു തഹ്സീലിൽ ബുകാഇ അൻ യതഅമ്മല മാ യഖറഉഹു മിന അത്തഹ്ദീദ് والوعيد الشديد ثم يفكر في تقصيره فيها. എങ്ങനെയാണ് ഖുർആൻ ഓതുമ്പോൾ കരയേണ്ടത്? അദ്ദേഹം പറയുകയാണ്, ഖുർആനിലെ ശക്തമായ അള്ളാഹുവിന്റെ താക്കീതുകൾ, അള്ളാഹുവിന്റെ ശിക്ഷകൾ, അതിനെക്കുറിച്ച് ആലോചിക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ കാര്യത്തിൽ നാം വരുത്തിയ വീഴ്ച അത് ആലോചിക്കുക. എന്നിട്ട് അതിന്റെ പേരിൽ കരയുക. അങ്ങനെയാണ് ഖുർആൻ ഓതുമ്പോൾ കരയേണ്ടത്. അങ്ങനെ കരയൽ അത് സുന്നത്തായ കാര്യമാണ്. അതൊരു മോശപ്പെട്ട സംഗതിയല്ല, സ്തുത്യർഹമായ നല്ലൊരു ഗുണമാണ്. ഇനി ഒരാൾ അങ്ങനെ കരയാൻ ശ്രമിച്ചിട്ടും കരയാൻ സാധിക്കുന്നില്ല എങ്കിൽ അവന് കരയാൻ സാധിക്കുന്നില്ല എന്നതിന്റെ പേരിൽ അവൻ കരയട്ടെ. ഖുർആൻ ഓതുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും കരയാൻ സാധിക്കുന്നില്ല, എത്ര വഅദുകൾ കേട്ടിട്ടും കരയുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് സാധിക്കില്ല എന്നതിന്റെ പേരിൽ കരയുക. കാരണം അത് ഏറ്റവും വലിയ മുസീബത്താണ് എന്ന് ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, യാ കസീറൽ ദുനൂബി ഖലീലൽ ബുക. ഒരുപാട് തിന്മകൾ ചെയ്തിട്ടും അതിന്റെ പേരിൽ കരയാത്തവനെ, ഇബ്കി അലാ അദ്മി ബുകായിക്, നീ കരയുന്നില്ല എന്നതിന്റെ പേരിൽ നീ കരയുക. കാനൂ യബ്കൂന മഅത് തഖ്വ. നമ്മൾ നേരത്തെ പറഞ്ഞ മുൻഗാമികൾ അവർ കരഞ്ഞിരുന്നത് അവർക്ക് തഖ്വയുണ്ടായിരുന്നു. തഖ്വയുണ്ടായിട്ടും അവർ കരഞ്ഞിരുന്നു എങ്കിൽ വഅൻത തദ്ഹകു മഅൽ ദുനൂബ്, തിന്മകൾ ചെയ്യുന്നവനായിരിക്കെ നീ ചിരിക്കുകയാണോ എന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. ഖുർആൻ ഓതുമ്പോൾ കരയുന്നത് പോലെ തന്നെ നമ്മളുടെ തെറ്റുകൾ ആലോചിച്ച് നമ്മൾ കരയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യമാണ്, വബ്കി അലാ ഖതീഅതിക്, നിന്റെ തിന്മകളുടെ പേരിൽ നീ കരയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ ഒരു വിശേഷണം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് റമദാൻ. റമദാനിൽ നമ്മൾ നമ്മളുടെ തിന്മകൾ ആലോചിച്ച് ഖുർആൻ ഓതി കരഞ്ഞിട്ടില്ല എങ്കിൽ എപ്പോഴാണ് പിന്നെ നമുക്കതിന് സാധിക്കുക? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വമതാ ഖഹതത്തിൽ ഐനു മിനൽ ബുകാഇ മിൻ ഖശ്യത്തില്ലാഹ് ഫഅലം അന്ന ഖഹ്തഹാ മിൻ ഖസ്വത്തിൽ ഖൽബ്. അല്ലാഹുവിനോടുള്ള ഭയം കാരണം നിന്റെ കണ്ണുനീര് അത് വരുന്നില്ല എങ്കിൽ, അങ്ങനെ കരയാൻ സാധിക്കാതെ നിന്റെ കണ്ണുനീര് വറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ, അത് വറ്റിപ്പോയതിനുള്ള കാരണം നിന്റെ ഹൃദയം കടുത്തുപോയി എന്നുള്ളതാണ്. അബ്അദുൽ ഖുലൂബി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി. അല്ലാഹുവിൽ നിന്ന് ഏറ്റവും വിദൂരമായ ഹൃദയമാണ് കഠിനമായ കാടത്തം ബാധിച്ച ഹൃദയം എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. അള്ളാഹുവിനെ ആലോചിച്ച് കരയുക എന്നുള്ളത് ഇബാദത്താണ്, പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അതിനൊരുപാട് ഫദ്ലുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യലിജു النار
റജുലുൻ ബകാ മിൻ ഖശ്യത്തില്ലാഹി ഹത്താ യഊദ അൽ-ലബ്നു ഫി الضرع. കറന്നെടുത്ത പാല് അത് അകിടിലേക്ക് തിരിച്ചു പോകാത്തിടത്തോളം അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് അവനെ ഭയന്നുകൊണ്ട് കരഞ്ഞ ഒരുവൻ അവനെ നരകം സ്പർശിക്കുകയില്ല എന്നാണ്. ഒരു പാല് കറന്നെടുത്തിട്ടുണ്ട് എങ്കിൽ അത് ആ അകിടിലേക്ക് തിരിച്ചു കയറൽ എത്ര അസംഭവ്യമായ കാര്യമാണോ അത്രയും അസംഭവ്യമായ കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ച് പേടിച്ച് കരഞ്ഞവൻ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐനാനി ലാ തമസ്സുഹുമ അന്നാർ ഐനുൻ ബകത് മിൻ ഖശ്യത്തില്ലാഹ്. രണ്ട് കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണാണ്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിനോടുള്ള ഭയം കാരണം അവന്റെ അടിമ കരയുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് എന്നാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, അവർ കുറച്ചു മാത്രം ചിരിക്കട്ടെ, അവർ ധാരാളം കരയട്ടെ. നിങ്ങൾ കരയാതിരിക്കുകയും ധാരാളം ചിരിക്കുകയും ചെയ്യുകയാണോ? നിങ്ങൾ അശ്രദ്ധരായിരിക്കുകയാണോ? ഫസ്ജുദു ലില്ലാഹി വഅബ്ദു. നിങ്ങൾ അല്ലാഹുവിനെ സുജൂദ് ചെയ്യുകയും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.